നമസ്കാരം. ബാക്ക് ബെഞ്ചസ് കോളേജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമക്കോളജി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എക്സാമിന് തലേന്ന് മാത്രം പഠിച്ച് ശീലമുള്ളവർക്കും വേണ്ടി ഒരു കൂട്ടം ബാക്ക് ബെഞ്ചസ് ചേർന്നൊരുക്കിയ കുറച്ച് ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫാർമക്കോളജി എന്ന വാക്കുണ്ടായിരിക്കുന്നത് രണ്ട് ഗ്രീക്ക് വേർഡ്സ് എന്നാണ്. ഫസ്റ്റ് വൺ ഈസ് ഫാർമക്കോൺ, അതിൻ്റെ മീനിങ് ഡ്രഗ് എന്നാണ്. സെക്കൻഡ് വൺ ഈസ് ലോഗോസ്, മീനിങ് ഡിസ്കോഴ്സിങ്. ഫാർമക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഡ്രഗ്സ്. അടുത്തായി നോക്കുന്നത് എന്താണ് ഡ്രഗ് എന്നാണ്. എ ഡ്രഗ് ഈസ് എനി കെമിക്കൽ സബ്സ്റ്റൻസ് അതർ ദാൻ എ ഫുഡ് ഓർ ഡിവൈസ് ദാറ്റ് അഫക്ട് ദ ഫങ്ഷൻ ഓഫ് ലിവിങ് തിങ്. ഫാർമക്കോളജിയുടെ മെയിൻ രണ്ട് കാറ്റഗറിയെ കുറിച്ചാണ് ഇനി അടുത്തതായി പറയുന്നത്. ഒന്ന് ഫാർമക്കോ കൈനറ്റിക് ആണ്, രണ്ടാമത്തത് ഫാർമക്കോ ഡൈനാമിക്. കൈനറ്റിക് എന്ന വാക്കിൻ്റെ മീനിങ് മൂവ്മെൻ്റ് എന്നാണ്, അതായത് ഡ്രഗ് മൂവ്മെൻറ്റ് ഇൻ ബോഡി. അതാണ് ഫാർമക്കോ കൈനറ്റിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ദ ബോഡി ഡസ് ടു ദ ഡ്രഗ്. നമ്മളൊരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ബോഡി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇതിൽ പഠിക്കുന്നത്. ADME ആണ് അതിൽ വരുന്നത്. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ. ഡൈനാമിക് എന്ന വാക്കിൻ്റെ മീനിങ് എനർജി എന്നാണ്. അപ്പോൾ ഫാർമക്കോ ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത് വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി. അതിൽ വരുന്നത് മെയിനായിട്ടും മെക്കാനിസം ഓഫ് ആക്ഷനാണ്. ഇനി ഫാർമക്കോ കൈനറ്റിക്സിൽ വരുന്ന അബ്സോർപ്ഷനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് അബ്സോർപ്ഷൻ? ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ. ഇങ്ങനെയുള്ള മൂവ്മെൻ്റ് എല്ലാം നടക്കുന്നത് സെൽ മെംബ്രെയിൻസ് വഴിയാണ്. സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ സ്ട്രക്ചറാണ്. അതായത് അതിനൊരു ഹൈഡ്രോഫിലിക് ഹെഡും ഉണ്ടാവും, ഹൈഡ്രോഫോബിക് ടെയിലും ഉണ്ടാവും. അബ്സോർപ്ഷനെ മെയിനായിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പാസീവ് ട്രാൻസ്പോർട്ടും രണ്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. പാസീവ് ട്രാൻസ്പോർട്ടിൽ ഡ്രഗ്സ് മൂവ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് നോക്കിയായിരിക്കും, അതായത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ, നോ എനർജീസ് റിക്വയർഡ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി. പാസീവ് ട്രാൻസ്പോർട്ടിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പാസീവ് ഡിഫ്യൂഷൻ, സിമ്പിൾ ഫിൽട്രേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പാസീവ് ഡിഫ്യൂഷൻ വഴി ലിപ്പിഡ് സോലുബിളും വാട്ടർ സോലുബിളും ആയിട്ടുള്ള ഡ്രഗുകൾ മൂവ് ചെയ്യാറുണ്ട്. സിമ്പിൾ ഫിൽട്രേഷൻ വഴി മൂവ് ചെയ്യുന്നത് മെയിനായിട്ടും ഹൈഡ്രോഫിലിക് ഡ്രഗ്സ് ആണ്. അത് സെൽ മെംബ്രെയിൻസിലെ പോർസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻ. ഇതെല്ലാം നടക്കുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് നോക്കിയാണ് നോ എനർജീസ് റിക്വയർഡ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഡ്രഗ് മൂവ് ചെയ്യുന്നത് കാരിയർ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എനർജീസ് റിക്വയർഡ്. പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഈ ഫോട്ടോ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അബ്സോർപ്ഷനിൽ വരുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് പിനോസൈറ്റോസിസ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും അതിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ചെറിയ പാർട്ടിക്കിൾസും സെല്ലിലേക്ക് എൻഗൾഫ് ചെയ്യുന്നു. മെയിനായിട്ട് പ്രോട്ടീൻസും മാക്രോമോളിക്യൂൾസുമാണ് ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നത്. അബ്സോർപ്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഇനി പറയുന്നത്. ഒന്ന്, ലിക്വിഡ്സ് അബ്സോർബ് ബെറ്റർ ദാൻ സോളിഡ്സ്. സെക്കൻഡ് പോയിൻറ്റ്, അൺഅയണൈസ്ഡ് ഫോംസ് ആൻഡ് ലിപ്പിഡ് സോലബിൾ ഡ്രഗ്സ് ആർ അബ്സോർബ്ഡ് ഈസിലി. അയണൈസ്ഡ് ആൻഡ് വാട്ടർ സോലബിൾ ഡ്രഗ്സ് ആർ എലിമിനേറ്റഡ് ഈസിലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ്, ശ്രദ്ധിക്കുക. തേർഡ് പോയിൻറ്റ്, ഇഫ് പാർട്ടിക്കിൾ സൈസ് ഈസ് ലെസ് അബ്സോർപ്ഷൻ റേറ്റ് വിൽ ബി മോർ. നെക്സ്റ്റ്, അസിഡിക് ഡ്രഗ്സ് ആർ ഈസിലി അബ്സോർബ് ഫ്രം സ്റ്റൊമക്ക്. എക്സാമ്പിൾ സാലിസിലേറ്റ്സ്. ബേസിക് ഡ്രഗ്സ് ആർ ഈസിലി അബ്സോർബ് ഫ്രം ഇൻഡസ്റ്റൈൻ. എക്സാമ്പിൾ എഫിഡ്രിൻ, പിത്തിഡിൻ. നമുക്കറിയാം GITയുടെ pH നോക്കുകയാണെങ്കിൽ സ്റ്റൊമക്കിൽ അസിഡിക് pH ആണ്, ഇൻഡസ്റ്റൈനിൽ ബേസിക് pH ആണ്. അപ്പോൾ അസിഡിക് pHൽ അസിഡിക് ഡ്രഗ്സ് അൺഅയണൈസ്ഡ് ഫോംസിലായിരിക്കും. അതുപോലെ തന്നെ ബേസിക് pHൽ ബേസിക് ഡ്രഗ്സ് അൺഅയണൈസ്ഡ് ഫോംസ് ആയിരിക്കും. അപ്പോൾ അൺഅയണൈസ്ഡ് ഫോംസ് ആർ അബ്സോർബ്ഡ് ഈസിലി, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫാർമക്കോ കൈനറ്റിക്സിലെ നെക്സ്റ്റ് പോയിൻ്റാണ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ ട്രാൻസ്ഫർ ഓഫ് ഡ്രഗ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ വിത്തിൻ ദ ബോഡി. നമുക്കറിയാം അബ്സോർപ്ഷൻ വഴി സിസ്റ്റമിക് സർക്കുലേഷനിൽ എൻ്റർ ചെയ്ത ഡ്രഗ് പല ഓർഗൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ആ റിവേഴ്സിബിൾ ട്രാൻസ്ഫറിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഫ്ലോ കൂടിയ ഓർഗൻസിലേക്ക് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിരിക്കും. എക്സാമ്പിൾ ബ്രെയിൻ, ലിവർ ആൻഡ് കിഡ്നി. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞ ഓർഗൻസിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ കുറവായിരിക്കും. എക്സാമ്പിൾ സ്കെലിറ്റൽ മസിൽ, അഡിപ്പോസ് ടിഷ്യൂ. നെക്സ്റ്റ്, കാപ്പിലറി പെർമിയബിലിറ്റി. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ബ്ലഡ് വെസൽ ടു അലോ ഫോർ ദ ഫ്ലോ ഓഫ് സ്മോൾ മോളിക്യൂൾസ് ലൈക്ക് ഡ്രഗ്, ന്യൂട്രിയൻസ് ആൻഡ് അയൺസ്. എൻഡോത്തീലിയൽ സെൽസിന് പെർമിയബിലിറ്റി കൂടുതലാണ്, ബ്ലഡ് ബ്രെയിൻ ബാരിയറിന് പെർമിയബിലിറ്റി കുറവാണ്.
ലിപ്പോഫിലിസിറ്റി. ലിപ്പോഫിലിക് ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ഈസിലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നെക്സ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്. ഡ്രഗും പ്ലാസ്മ പ്രോട്ടീനും ബൈൻഡ് ചെയ്തിട്ട് ബിഗ് സൈസ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. എക്സാമ്പിൾ വാർഫാരിൻ, ടോൾബ്യൂട്ടമൈഡ് ആൻഡ് ഫെനിറ്റോയിൻ. ഇനി പറയുന്ന ഡിസ്ട്രിബ്യൂഷനിൽ അറിഞ്ഞിരിക്കേണ്ട 2 പോയിൻറ്റ്സ് ആണ്. ഒന്ന്, റീഡിസ്ട്രിബ്യൂഷൻ. ഹൈലി ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആദ്യം ബ്ലഡ് ഫ്ലോ കൂടിയ ഓർഗൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് അത് തിരിച്ച് ലോ പെർഫ്യൂസ്ഡ് ഓർഗൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് റീഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ്, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. VD ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ബോഡി ബൈ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ. ഫാർമക്കോകൈനറ്റിക്സിലെ നെക്സ്റ്റ് പോയിൻ്റാണ് മെറ്റബോളിസം. ബയോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി സോ ദാറ്റ് ദേ ക്യാൻ എലിമിനേറ്റഡ് ഈസിലി. അതാണ് മെറ്റബോളിസം. ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ഡ്രഗിനെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള മെറ്റബോളൈറ്റ് ആക്കുന്നു. വാട്ടർ സോലുബിൾ മെറ്റബോളൈറ്റ്സ് ഈസിലി എലിമിനേറ്റ് ചെയ്യും. മെയിനായിട്ട് നടക്കുന്നത് ലിവറിലാണ്. മെറ്റബോളിസം നടക്കുന്ന 2 ഫേസസ് ആയിട്ടാണ്. ഫേസ് 1 ആൻഡ് ഫേസ് 2. ഫേസ് 1 വരുന്നത് ഓക്സിഡേഷൻ, റിഡക്ഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. ഫേസ് 2 എൻഡോജീനിയസ് സബ്സ്റ്റൻസുമായിട്ട് കോഞ്ചുഗേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ സൾഫേറ്റ്, ഗ്ലൈസിൻ ആൻഡ് ഗ്ലൂക്കറോണിക് ആസിഡ്. മെറ്റബോളിസം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഡ്രഗ് എക്സ്ക്രീഷൻ. ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ഡ്രഗ് ആൻഡ് ദെയർ മെറ്റബോളൈറ്റ്സ് ഫ്രം ദ ബോഡി. കിഡ്നി, ബൈൽ, ലങ്സ്, സ്വെറ്റ്, മിൽക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. മെയിൻലി ത്രൂ കിഡ്നിയാണ്. ജനറൽ ഫാർമക്കോളജിയെ പറ്റി ഒന്നും അറിയാത്തവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി സിമ്പിളായിട്ട് എടുത്തൊരു ക്ലാസ്സാണ്. ഒന്നും ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.